ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇറാനിലുണ്ടായിരുന്ന പരാസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ റിഫൈനറി ഇല്ലെങ്കിൽ ഓയിൽ ഖനനം ചെയ്യുന്ന ഒരു സെക്ടറിൽ ഒരു കനത്ത ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നു. അപ്പോൾ തിരിച്ചടി കാണുമെന്ന് ഇറാൻ പറഞ്ഞ് വളരെ കുറച്ച് മണിക്കൂറിനകത്ത് തന്നെ ഖത്തറിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിക്ക് നേരെ ഒരുപാടടുത്ത് അറ്റാക്ക് ചെയ്തു. എന്നാൽ മോസ്റ്റ്ലി ഇൻ്റർസെപ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന ഒന്ന് രണ്ടെണ്ണം എന്ന് പറയുന്നത്, ഒന്ന് ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ ഏരിയ, ഖത്തറിൻ്റെ തന്നെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പതിച്ചിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ US ബേസിലും വീഴുന്നിട്ടുണ്ട്. സോ അതൊരു വല്ലാത്തൊരു ഹിറ്റായിരുന്നു. അപ്പോൾ അത് കാരണം ഖത്തർ ഇറാൻ്റെ ഡിപ്ലോമാറ്റ്സിനെ ഇറാൻ വിട്ട് പോകാൻ വേണ്ടിയിട്ട് ഖത്തർ വിട്ട് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡീപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോവാണ്. സോ കാര്യങ്ങൾ കുറച്ചുകൂടെ ടഫറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഖത്തറിൻ്റെ പുറത്തുള്ള ആ ഒരു ഹിറ്റ് കാരണം ഓയിൽ പ്രൈസ് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തു. അത് ഗ്ലോബൽ മാർക്കറ്റിൽ വലിയൊരു അൺസർട്ടനിറ്റി വന്നു. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലെ പ്രൈസിലും അത് കാര്യമായിട്ടുള്ള അഫക്റ്റ് ചെയ്തു. നോക്കുമ്പോഴേക്കും 23,800 നിന്ന ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ കാണിക്കുന്ന 23,300 അടുത്താണ്. അതായത് ഏതാണ്ട് ഒരു 500-600 പോയിൻറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി താഴെ വന്നു. ഇത് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 400-480-500 പോയിൻറ്റിന് അടുപ്പിച്ചിട്ട് ചിലപ്പോൾ താഴെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഗ്ലോബലിൽ ഇത്രയും ഡേറ്റാസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. എന്നാൽ ഇന്ന് കേൾക്കുന്നതെന്ന് പറയുന്നത് HDFC ബാങ്കിൻ്റെ CEO ആക്ടിങ് CEO ആണ്, റിസൈൻ ചെയ്യുവാണ്. അപ്പോൾ പുള്ളിക്കാരന് എത്തിക്കലി ഗുഡായിട്ട് ഫീൽ ചെയ്യാത്ത കാര്യങ്ങളാണ് അവിടെ, കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല, വിട്ട് പറഞ്ഞിട്ടില്ല, എങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉള്ളത് കാരണം ഞാൻ റിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ US-ലെ ഈ ടോപ്പ് ഒഫീഷ്യലായിട്ടുള്ള അവരുടെ സെക്യൂരിറ്റി കൗൺസിലുള്ള അതിൻ്റെ ടോപ്പ് അതോറിറ്റിയിലുള്ള ഒരു പുള്ളിക്കാരനും അവിടെ രാജിവെച്ചിട്ടുണ്ട്. ബിക്കോസ് ഈ വാറ് എത്തിക്കലല്ല. അതുമാത്രമല്ല, ഈ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു വാറിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇസ്രായേലിന് വേണ്ടിയിട്ട് പോകുന്നതാണ്. അത് നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വാറല്ല എന്നുള്ള രീതിക്ക് അവിടെ സംസാരിച്ചിരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്നിക്കലിലേക്ക് വരാം. ഇന്നലെ മാർക്കറ്റ് ഭയങ്കര വോളട്ടൈലായിരുന്നു. നമ്മൾ കയറിയിട്ട് മാർക്കറ്റ് ഒരു സൈഡ് വേസ് ഒരു പാറ്റേണിലേക്ക് പോയി. അപ്പോൾ സൈഡ് വേസ് പാറ്റേണിൽ പോകുമ്പോഴേക്കും മാർക്കറ്റ് ഒരു സ്വിങ് ലോ എടുക്കുമ്പോഴേക്കും ആ സ്വിങ് ലോയുടെ കൂടെ ഞാനും ഒരു പേഴ്സണലി ഒരു പൊസിഷൻ എടുത്തിരുന്നു. ഈ ഒരു ക്യാൻഡിൽ കയറി വരുമ്പോഴേക്കും ഈ അന്നത്തെ ഡേ ലോയ്ക്ക് ഒരു SL വെച്ചിട്ട് ഞാനൊരു എൻട്രി എടുത്തിരുന്നത് ഇവിടെ ആയിരുന്നു. ഒരു 760 താഴേക്ക് പോയാൽ ഒരു SL കീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ട്രേഡ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഡേ ലോ കട്ട് ചെയ്തില്ല, പകരം വന്ന് എനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. എന്നാൽ കയറുന്നില്ല. ഇതിന് മേളിലേക്ക് കയറാണ്ട് അതവിടെ നിൽക്കുന്ന കാരണം വീണ്ടും ആ പൊസിഷൻ ഒഴിവാക്കി പെട്ടെന്നൊരു വീഴ്ച കണ്ടു. അപ്പോൾ വീഴ്ചയിൽ ചെറിയൊരു പൊസിഷൻ എടുത്തു. ഡേ ഹൈ ആയിരുന്നു SL. അപ്പോൾ അതും വന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ 1-2 പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുക്കേണ്ടി വന്നു. ഭയങ്കരമായിട്ട് പ്രീമിയം രണ്ട് സൈഡിലോട്ട് പോയാലും പെട്ടെന്ന് 100-150 പോയിൻറ്റ് പ്രീമിയം കൊറോഡിങ് വരുന്നുണ്ട്. എന്നാൽ ഗെയിന് കിട്ടുമ്പോഴേക്കും 50-60 പോയിൻറ്റ് ഗെയിന് കിട്ടിയിട്ട് അതുപോലെ ബൈയിങ് പ്രൈസിലേക്ക് തിരിച്ചു വരുന്നത് കണ്ടു. സ്വാഭാവികമാണ് സൈഡ് വേസ് മാർക്കറ്റിനത്. പക്ഷേ അതിഭീകരമായിട്ടുള്ള വോൾട്ടൈലിറ്റി ഉണ്ടായിരുന്നു. നമുക്കിവിടെ വലിയ ക്യാൻഡിൽസ് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഈ ക്യാൻഡിൽസ് വലുത് തന്നെയാണ്, ഈ ക്യാൻഡിലൊക്കെ വലുത് തന്നെയാണ്. പക്ഷേ ആ ക്യാൻഡിലിനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസിനേക്കാളും അവിടെ വലിയൊരു മൊമെൻറ്റം അവിടെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു നമ്മളെ എക്സോസ്റ്റഡ് ആക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. അതിൽ നല്ല കുഴപ്പമില്ലാത്ത ഒരു പോയിൻ്റ് ഗെയിന് കിട്ടിയെങ്കിലും മെൻ്റലി അത് ഒരുപാട് വീക്കാക്കി എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റിൽ ഇതൊരു ബ്രേക്ക് ഡൗൺ വന്നു. ആ സമയത്തൊരു ആയിരുന്നു കയ്യിലിരുന്നത്. അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഗ്രൂപ്പിനകത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടു. പക്ഷേ അത് കാണുമ്പോൾ ഒരു വീക്ക് ഫീൽ ഉണ്ടായിരുന്നു, നാളത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണോ എന്നുള്ളത്. എന്നാലും വലിയ ഡേറ്റ ഒന്നുമില്ല, അതൊരു വൈൽഡ് ഗസ്സിങ് ആണ്, ഗസ്സ് ചെയ്യാറില്ല പേഴ്സണലി. അപ്പോൾ ആ ഒരു ഗസ്സിങ്ങിന് പകരം അതിനെ ഒഴിവാക്കി. ഇന്ന് അത് വളരെ താഴെയാണ്. പക്ഷേ അതൊരിക്കലും ഞാനിത് വീണ്ടും പറയുന്നത് ഒരു
ഒരു വലിയൊരു പ്രോഫിറ്റ് കിട്ടിയില്ല എന്നുള്ളതല്ല, അത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ബിക്കോസ് നാളെ ചിലപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന അടുത്ത ദിവസം ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് ചിലപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എക്സ്പയറി സെൻസെക്സിൻ്റെ ഞാൻ സ്ഥിരം ചെയ്യുന്നത് സെൻസെക്സ് ആണ്. അപ്പോൾ സെൻസെക്സ് എക്സ്പയറി ആണ്, ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 300 രൂപയുടെ പ്രീമിയം ആണെങ്കിൽ അടുത്ത ദിവസം ഓപ്പൺ ചെയ്യുക അത് 100-120 രൂപയിലായിരിക്കും. എൻ്റെ ക്യാപിറ്റലിൽ ഒരു 60% ഡൗൺ ആവും. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇന്ന് എന്ത് ചെയ്യാം എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത വളരെ ലോയിലായിരിക്കും. ഓൾമോസ്റ്റ് 23,400 താഴെ ആയിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുക. വളരെ ഭീകരമായിട്ടുള്ള ഗ്യാപ് ഡൗൺ ആയിരിക്കും. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന റേഞ്ചിൽ നമുക്ക് അതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 240 റേഞ്ച് ഇവിടെ ഈ ഒരു റേഞ്ചിലാണ് കാണിക്കുന്നത്. പക്ഷേ ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അത്രയും താഴേക്ക് വരാനുള്ള സാധ്യത. പക്ഷേ മാർക്കറ്റ് ചിലപ്പോൾ താഴേക്ക് വന്നേക്കാം. ഈ ഒരു ഏരിയയാണ് കാണിക്കുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്യുക, ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് 350 മുതൽ ഒരു 240-440 മാർക്കറ്റിന് അറ്റ്ലീസ്റ്റ് പിടിച്ച് നിൽക്കാനുള്ള ഒരു ഏരിയ ആയിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് ചിലപ്പോൾ താഴെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ട് ഒന്നുകിൽ മേളിലേക്ക് കയറി പോകാം, ഇല്ല ഇല്ലെങ്കിൽ ഇത് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇവിടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലും അടുത്ത ലെവലിൽ ഹിറ്റ് ചെയ്തിട്ട് ഇതേ ഡിസൈൻ ആയിരിക്കും സാധ്യത. ഇൻ കേസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് മേളിലേക്ക് സാധ്യതയുണ്ട്. പക്ഷേ അതിന് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ HDFC ബാങ്ക്, ഇൻഫോസിസ്, റിലയൻസ് ആയിരിക്കണം വർക്ക് ചെയ്യുക. പക്ഷേ HDFC ബാങ്ക് വീക്കാണ്. മാർക്കറ്റ് ഇനിയും HDFC ബാങ്ക് വീക്കാക്കാനുള്ള സാധ്യതയുണ്ട്. 800 താഴേക്ക് പൊക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 820 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും താഴേക്ക് നമ്മുടെ പ്രീവിയസ് സപ്പോർട്ടായിട്ടുള്ള 23,100 തിരിച്ച് വന്നേക്കാം. സോ വാറിൻ്റെ ഭീതി കാരണവും ഞാനൊരു പുതിയൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ, ഇതുവരെ എനിക്കത് ഓപ്പൺ ചെയ്തില്ല. എൻ്റെ തിരക്കുകൾ കൂടെ കാരണമാണ്. എങ്കിൽ പോലും വാറിൽ ഒരു 2 കക്ഷികളും ഒരു ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു 25% ഉണ്ടാക്കാം എന്നുള്ളതാണ് ആലോചിച്ചിരുന്നത്. 23,800 മേളിൽ ക്ലോസിങ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നലെ ക്ലോസിങ് കിട്ടിയില്ല. ശരി, ക്ലോസിങ് കിട്ടിയിട്ട് ഒരു പൊസിഷൻ ബിൽഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ മാർക്കറ്റ് വീണ്ടും പഴയ പോലെ വീണ്ടും ഏറ്റവും ബോട്ടം ലെവലിൻ്റെ അടുത്തേക്ക് അറ്റ്ലീസ്റ്റ് സെൻട്രൽ ഹാഫിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇനി പൊസിഷൻ കറൻ്റ്ലി ഇല്ല. കയ്യിലിരിപ്പുണ്ട് VM-ഉം മീഷോയും L&Tയും പുതിയ പൊസിഷൻസ് കയ്യിലിരിപ്പുണ്ട്. പക്ഷേ ചെറിയൊരു പ്രോഫിറ്റിൻ്റെ മേളിലാണ്. അത് ചിലപ്പോൾ ഇന്ന് ബൈയിങ് പ്രൈസിലേക്ക് വന്നേക്കാം, നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ അതിനൊരു SL കീപ്പ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ യൂഷ്വലി ഒരു 5% തന്നെയാണ് SL കീപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു 4% 2-3% മേളിൽ പ്രോഫിറ്റിൽ കിടക്കുന്നുണ്ട്. സോ താഴെ വന്നു കഴിഞ്ഞാൽ ബൈയിങ് പ്രൈസിൻ്റെ തൊട്ട് താഴെ എവിടെയെങ്കിലും SL കീപ്പ് ചെയ്തിട്ട് ഒഴിവാക്കാം. സോ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ അനാലിസിസ്. മാർക്കറ്റിൽ ഈ ഒരു ഏരിയ ഞാനിപ്പോൾ പറഞ്ഞു തന്നു, 23,350 റേഞ്ച്. ഈ 350 താഴേക്ക് വന്നു കഴിഞ്ഞാൽ 240 റേഞ്ച് എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 23,000 എന്നുള്ള ഒരു സപ്പോർട്ടേ ഉള്ളൂ. സോ ഈ 3 ലെവൽസും നിങ്ങൾ നോക്കി വയ്ക്കുക. ഇതിൻ്റെ ഇടയിലുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ലെവൽ പറഞ്ഞുതരാം. 22,960, ഓക്കെ, 22,960, 23,100, 23,240. സ്ലോ ചെയ്തിട്ട് കേട്ടിരുന്നാൽ മതി. 240, 350, 440, 520, 600. ഇതാണ് അതിൻ്റെ ലെവൽസ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഈ ഒരു ഏരിയയിലാണ്. പിന്നെ 720, 800 അതിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ വീക്ക്നെസ് കണ്ടിട്ട്. സോ ഇതിനനുസരിച്ചിട്ടുള്ള ഒരു പൊസിഷൻ ബിൽഡ് ചെയ്യുക. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.